രണ്ടു മാസം ജനം വലഞ്ഞത് വെറുതെ. മുന്നൊരുക്കമില്ലാതെ ആമ്പല്ലൂരിൽ ആരംഭിച്ച അടിപ്പാത നിർമ്മാണം തുടങ്ങിയിടത്ത് തന്നെ. 2 മാസം ദേശീയപാത അടച്ചിട്ടെങ്കിലും അടിപ്പാത നിർമ്മാണം ഇതുവരെയും കാര്യക്ഷമമായില്ല. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ജനം വലഞ്ഞതു മാത്രം മിച്ചം. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാത അടച്ചുകെട്ടിയത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം ഗ്രാമങ്ങളിലെ കനാൽ പാലം നിർമ്മിക്കുന്ന ലാഘവത്തോടെ കണ്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട മണ്ണ് പരിശോധന നടത്തിയത് ഈയിടെ മാത്രമാണ്. അതിന് 2 മാസം മുൻപ് ഒന്നും നോക്കാതെ പില്ലറുകൾക്കായി 2 കുഴിയെടുക്കുകയായിരുന്നു. കളിമണ്ണ് നിറഞ്ഞ പ്രദേശമായതിനാൽ നിർമ്മാണത്തിലെ ബലക്കുറവ് മുന്നിൽ കണ്ട് എടുത്ത കുഴി മൂടി. തുടർന്ന് പുതിയ രൂപരേഖ തയ്യാറാക്കൽ തുടങ്ങി. ഇതാണ് കഴിഞ്ഞ 2 മാസത്തെ പുരോഗതി. ഇനി മണ്ണ് പരിശോധന ഫലം വന്നതിന് ശേഷം നിർമ്മാണം വീണ്ടും ആരംഭിക്കണം. തുടങ്ങിയെടുത്ത് തന്നെ പണി നിൽക്കുന്നു. ദിനം പ്രതി 1,00,000 വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. 2 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് അടിപ്പാത നിർമ്മാണം ബാധിച്ചത്. മുന്നൊരുക്കമില്ലാതെ തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത അടച്ച് സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ട് ആമ്പല്ലൂരിനെ സ്തംഭനാവസ്ഥയിലാക്കുകയായിരുന്നു. പ്രധാന പാത അടച്ചിട്ട് ഗതാഗതം സർവീസ് റോഡ് വഴി നിയന്ത്രിക്കുന്നതിനിടെ സർവീസ് റോഡ് നവീകരണവും ആരംഭിച്ചു. ഇതോടെയാണ് ആമ്പല്ലൂർ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലായത്. സർവീസ് റോഡ് നവീകരണം പൂർത്തിയായ ശേഷം മാത്രമേ ദേശീയപാത അടച്ച് അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂവെന്നാണ് NHAI ഉദ്യോഗസ്ഥർ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പറഞ്ഞിരുന്നത്. ഇത് പരിഗണിക്കാതെ സർവീസ് റോഡ് നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അടിപ്പാത നിർമ്മാണവും ആരംഭിച്ചതാണ് വിനയായത്. 2 മാസം കഴിഞ്ഞിട്ടും സർവീസ് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടില്ല. ആമ്പല്ലൂരിലെ നിർമ്മാണത്തിൽ NHAI വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്നും ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും കാര്യമായി ഇടപെടുന്നില്ലെന്നും ഒരു പക്ഷം ആരോപിക്കുന്നു. ഇതോടെ കരാർ കമ്പനി തോന്നുംപടി കാര്യങ്ങൾ നിശ്ചയിക്കുന്നുവെന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. 2 മാസം നഷ്ടപ്പെട്ടതിനാൽ ആമ്പല്ലൂരിലെ വിഷയത്തിൽ അധികൃതർ ഗൗരവത്തോടെ ഇടപെടണമെന്നാണ് ആവശ്യം.